ആരെങ്കിലും വിചാരിക്കളാ വാതിലൊന്ന് തുറക്ക്, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. അമ്മച്ചി അപ്പച്ചന്റെ വയറോക്കി. അതെ, ഒരു കല്യാണത്തിന് പോകുമ്പോ ഇങ്ങനെ വാരി വലിച്ച് തിന്നാൻ പാടണ്ട, ഒരു മയൊക്കെ വേണ്ടേ. മോളെ കുറച്ച് വെള്ളം ചൂടാക്കിതാടേ. എന്ത് കഷ്ടമാണ് ഒരു സ്ഥലത്ത് ഇരിക്കാനും സമ്മതിക്കില്ല. മാങ്ങാത്ത അപ്പച്ചന് വേണ്ടിട്ടല്ലേടേ. അതിനോണ്ട് അമ്മച്ചിക്കാണ് കണ്ടില്ല. വല്യമ്മച്ചി മൂത്രം ഒഴിക്കണല്ലേ? ഞാൻ പറഞ്ഞപ്പോ നീ തുറന്നില്ലല്ലോ, ഇപ്പൊ എന്റെ മൂഡ് നഷ്ടപ്പെട്ടു. പെണ്ണും ചെക്കനും കൊള്ളൂലായിരുന്നല്ലേ? അയ്യോ ഫുഡ് നന്നായിരുന്നു അമ്മ. ഇനി നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് ടോണിയുടെ ആയിരിക്കുമല്ലോ. അവനൊരു നല്ല പെണ്ണിനെ കിട്ടിയാ മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്കിങ്ങനെ സുഖിച്ചിരിക്കാൻ. നടന്നത് തന്നെ. അതെന്താണ്? ഇന്ത്യയല്ലേ മോൻ. അപ്പൊ പിന്നെ ഈ കടന്നുരുളുന്ന ആൾക്കാർ പങ്കൊന്നും പിന്നെ എന്നെ മോനല്ലേ? ദേ വന്ന് മോൻ. അമ്മച്ചി കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു തല്ലിപ്പൊളി കല്യാണം. ആണോ? ഞങ്ങളെ വഴിക്ക് സോണിനെ കണ്ട്. അതിനെ അതിനൊന്നുമില്ല, ഒന്ന് അറിയിച്ചാണേ. കൊടുത്തോ കൊടുത്തോ. ദേ ഞാൻ തീറ്റിക്കാട്ടാ. നീ ഇങ്ങനെ ഓരോന്ന് മേടിച്ചു കൊടുത്തിട്ടാണ് അമ്മച്ചിക്ക് ഷുഗറും പ്രഷറും കൂടുന്നത്. എന്നിട്ട് ഞാൻ വേണം അതിന്റെ പിന്നാലെ ഓടാ. ഓടാ നീ ആര്? ഉസൈൻ ബോൾട്ടാ? മൂത്ത മോന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസാ. ചെക്കനും ഇല്ല പെണ്ണും ഇല്ല. നമുക്ക് ഇവനെങ്കിലും നല്ലൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണം. നമുക്ക് ആ ചെല്ലാനത്തെ മോളാലോ. വേണ്ടേ, ഒരു പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റി. ഇവന് ഇവള് മതി. അതാകുമ്പോ എനിക്ക് മധുരം കഴിക്കും മരിക്കാം. ഒപ്പിച്ചു തന്നില്ലേടാ. ഞാനെന്നാ പോട്ടെ, എനിക്ക് പുലിക്കൂട്ട് റെഡിയാക്കണ്ടായിരുന്നു. ആ ശരി. ടോണി നൈറ്റ് പള്ളിയിൽ കാണാം. ഹാപ്പി ആയില്ലേടാ? പേടിക്കണ്ട, ഒരു മാസത്തിൽ കൂടുതൽ അവള് നിന്റെ കൂടെ നിക്കുകയല്ല. നീ വരണ്ട, പഞ്ഞി വന്നാ മതി. നീ എന്താ ഈ പള്ളിപ്പറമ്പില് തിങ്കടിച്ചിരിക്കണത്? യേശു അറിയണ്ടോ? നടക്കോ? ഒരാഴ്ച വീട്ടുകാരെ ബ്രെഡിനുണ്ട് വരും. എടാ ലിജോ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ്? നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു പെണ്ണാണ്. അവളുടെ പെരുമാറ്റത്തിലൊക്കെ ഈ ഇടക്കൊരു വ്യത്യാസം. ഏതാണ് ആ ഫ്രണ്ട്? അത് ഞാൻ വഴിയാ പറയാ. ഈ പ്രേമവും ഫ്രണ്ട്ഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നീ നാഷണൽ ലൈനായിരുന്നില്ലേ? എടാ നിന്റെ ഒരു മുടി എടുത്തിട്ട് അത് ഏഴായി കീറിയിട്ട് അതിൽ ഒരു നാരെടുത്ത് നോക്കിയുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ ഈ പ്രേമവും ഫ്രണ്ട്ഷിപ്പും തമ്മില്. അങ്ങയുടെ വാക്കത്തിർത്തിയിട്ട് കാര്യം പറയും. അതായത് നമ്മൾ ഈ പ്രേമത്തോടു കൂടി നോക്കണ നോട്ടവും ഫ്രണ്ട്ഷിപ്പോടു കൂടി നോക്കണ നോട്ടവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അവരുടെ നോട്ടം, ബോഡി ലാംഗ്വേജ് അതൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറും. അത് അവരുടെ മാത്രല്ല നമ്മുടെ മാറും. നീയൊക്കെ വിചാരിക്കുക അതൊക്കെ നിന്റെ സ്റ്റൈലാണെന്ന്. അല്ലേ അല്ല. വെറുതെ അല്ല, അല്ലെങ്കിൽ അവൾ അപ്പ തർക്കുത്തരം പറയണ്ടാണ്. ആര്? അമ്മു. അമ്മ? എടാ അപ്പ അരുണോ? ഡൗട്ടാണ്, കൺഫേം ഒന്നും ആയിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല. തലയാടോ. ആഹാ, ഒടിമരത്തിന് താഴ്ന്ന് റിലാക്സ് ചെയ്യണം. വന്ന് ഈ പേപ്പറൊക്കെ റോൾ ചെയ്തേ. ഞാനോലൊന്ന് ഡീൽ ചെയ്യട്ടെ. അമ്മ കളിയാക്കുന്നോടാ.